നീ ഇപ്പോൾ കേൾക്കുന്നത് ഒരു വീഡിയോ അല്ല. ഇത് നിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിളിയാണ്. നീ എത്ര കാലമായി ശക്തനായി നടിക്കുകയാണ്? നീ എത്ര കാലമായി ചിരിക്കുകയാണ്? കരയാൻ തോന്നുമ്പോഴും ആരും കാണാത്ത നിന്റെ ഉള്ളിലെ യുദ്ധം ഇന്ന് അവസാനിപ്പിക്കാം. നിന്റെ മനസ്സ് തളർന്നിരിക്കുന്ന സമയങ്ങളിൽ നീ ആരെയെങ്കിലും കുറ്റപ്പെടുത്താൻ നോക്കുന്നു. പരിസ്ഥിതിയെ, ആളുകളെ, വിധിയെ. പക്ഷേ ഒരിക്കൽ നിനക്ക് തന്നെ ചോദിച്ചിട്ടുണ്ടോ, എന്റെ ഉള്ളിലെ ശക്തിയെ ഞാൻ ഉണർത്തിയിട്ടുണ്ടോ? ജീവിതം എളുപ്പമല്ല. അത് പരീക്ഷിക്കും, അത് തകർക്കും, പക്ഷേ അത് പഠിപ്പിക്കുകയും ചെയ്യും. ഇന്ന് നീ കാണുന്ന ഈ വേദന ഒരു ശിക്ഷയല്ല, അതൊരു പരിശീലനമാണ്. നീ തോറ്റുവെന്ന് കരുതുന്ന നിമിഷം തന്നെ നിന്റെ ഉള്ളിലെ യഥാർത്ഥ ശക്തി രൂപം കൊള്ളാൻ തുടങ്ങുന്നു. ജീവിതം നിന്നെ താഴേക്ക് തള്ളുമ്പോൾ നീ മണ്ണിൽ വീഴേണ്ടതില്ല. അത് നിന്നെ ഉയരാൻ പഠിപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്നത് നിന്റെ കഥയുടെ അവസാനമല്ല, അത് നിന്റെ പുതിയ അധ്യായത്തിന്റെ തുടക്കമാണ്. എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ പരീക്ഷിക്കുന്നത്? കാരണം ദൈവം നിന്നെ ദുർബലനായി കാണുന്നില്ല, അവൻ നിന്നെ ശക്തനായി കാണുന്നു. ഇപ്പോൾ കേൾക്കൂ, കൃഷ്ണ അർജുനനോട് പറഞ്ഞൊരു വാക്ക്: തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അർത്ഥമിതാണ്: നിന്റെ മുഴുവൻ സത്തയോടും കൂടി അവനു മാത്രം കീഴടങ്ങുക. അവന്റെ കൃപയാൽ നിനക്ക് പരമമായ ശാന്തിയും ശാശ്വതമായ സ്ഥിതിയും ലഭിക്കും. നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ എന്തിനാണ് ഒറ്റപ്പെട്ടതായി തോന്നുന്നത്? നീ എന്നെ അന്വേഷിക്കുന്നത് പുറത്താണ്, പക്ഷെ ഞാൻ നിന്റെ ഉള്ളിലാണ്. നീ കരയുമ്പോൾ ഞാൻ കാണുന്നു, നീ തളരുമ്പോൾ ഞാൻ അറിയുന്നു. പക്ഷെ നീ എന്തിൽ ശരണം തേടുന്ന നിമിഷം വരെ എൻ്റെ കൈ നീ പിടിക്കില്ല. ഒരു ചോദ്യം നിനക്കുണ്ടാകും: എന്തുകൊണ്ട് ദൈവം എല്ലാവർക്കും ഒരുപോലെ കൃപ കൊടുക്കുന്നില്ല? ഒരു പിതാവിനെ ചിന്തിക്കൂ. 2 മക്കൾ, ഒരാൾ പരിശ്രമിക്കുന്നു, മറ്റൊരാൾ ഒന്നും ചെയ്യുന്നില്ല. രണ്ടുപേരും ഒരുപോലെ ഫലം കിട്ടിയാൽ പരിശ്രമത്തിന്റെ വില എന്ത്? ദൈവത്തിന്റെ കൃപയ്ക്ക് നിയമമുണ്ട്. അവൻ അന്യായം ചെയ്യുന്നില്ല, അവൻ കാത്തിരിക്കുന്നു നീ ഒരു പടി അവനിലേക്ക് നടക്കാൻ. ശരണാഗതി ഒരു വാക്കല്ല, അത് ജീവിതം മാറ്റുന്നൊരു തീരുമാനമാണ്. 1. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. 2. വിരുദ്ധമായ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുക. 3. ഉറച്ച വിശ്വാസം. 4. നന്ദിയുള്ള മനോഭാവം. 5. എന്റെ എന്ന അഹങ്കാരം ഉപേക്ഷിക്കുക. 6. എളിമ. ഇന്ന് നീ കരയുന്നുണ്ടെങ്കിൽ നാളെ നീ ചിരിക്കും. ഇന്ന് നീ സംശയിക്കുന്നുണ്ടെങ്കിൽ നാളെ നീ ആത്മവിശ്വാസത്തോടെ നടക്കും. പ്രശ്നങ്ങൾ അവസാനിക്കില്ല, പക്ഷേ നിന്റെ ധൈര്യം വളരും. നിന്റെ സമയം വരും, നിന്റെ മാറ്റം സംഭവിക്കും. പക്ഷെ ആദ്യം നീ നിന്നെ വിശ്വസിക്കണം, അവനിൽ വിശ്വസിക്കണം. നീ എനിക്ക് ശരണം വരിക, നിന്റെ ഭയം ഞാൻ നീക്കും, നിന്റെ മനസ്സിന് ശാന്തി ഞാൻ നൽകും. നീ ഒരു പടി നടന്നാൽ ഞാൻ 100 പടി നടക്കും. ഇന്നു മുതൽ പറയൂ: ഹേ കൃഷ്ണ, എന്നെ കാത്തോളണേ. ഓരോ മനുഷ്യനും 2 ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒരു ശബ്ദം പറയുന്നു, നീ പരാജയപ്പെട്ടു. മറ്റൊരു ശബ്ദം പറയുന്നു, ഇത് അവസാനമല്ല. ഇതാണ് നിന്റെ കുരുക്ഷേത്രം. പുറത്ത് യുദ്ധം നടക്കുന്നതല്ല, അത് നിന്റെ ഉള്ളിലാണ്. അർജുന പോലെ നീയും ഒരു നിമിഷം ആയുധം താഴെ വച്ചിട്ടുണ്ടാകും. എനിക്കിനി പോരാടാൻ കഴിയില്ല എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ആ നിമിഷത്തിലാണ് ദൈവിക ജ്ഞാനമിറങ്ങുന്നത്. ഇന്ന് നിന്റെ യുദ്ധം എന്താണ്? സാമ്പത്തിക സമ്മർദ്ദം, ബന്ധങ്ങളിൽ വേദന, ആത്മവിശ്വാസത്തിന്റെ അഭാവം, സമൂഹത്തിന്റെ താരതമ്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സന്തോഷത്തോടെ കാണപ്പെടുന്നു, പക്ഷെ നിന്റെ യാഥാർത്ഥ്യം വ്യത്യസ്തമാണ്. ഓർമ്മിക്കുക, തമേവ ശരണം ഗച്ഛ. ഇതൊരു കമാൻഡാണ്, ഒരു ഓപ്ഷനല്ല. കൃഷ്ണ അർജുനനോട് പറഞ്ഞത് യുദ്ധഭൂമിയിൽ. എന്തുകൊണ്ട് യുദ്ധത്തിന്റെ നടുവിൽ ശാന്തി സംസാരിക്കുന്നു? കാരണം ശാന്തി പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ സ്ഥിരതയാണ് ശാന്തി. സർവഭാവേന, മുഴുവൻ ഹൃദയത്തോടും കൂടി. പകുതി വിശ്വാസം പോരാ, പകുതി സമർപ്പണം പോരാ. നീ എന്നെ പരീക്ഷിക്കരുത്, നീ എന്നിൽ വിശ്വസിക്കണം. വാക്കുകൾ മാത്രമല്ല, അവ നിന്റെ ആത്മാവിന്റെ ശബ്ദമാണ്. നീ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ അറിയുന്നു, പക്ഷെ നീ നേടാനിരിക്കുന്നത് നിനക്കറിയില്ല. നീ കരഞ്ഞ രാത്രികൾ നിന്റെ ശക്തിയുടെ വിത്തുകളാണ്. ദൈവം നിന്നെ തകർക്കുന്നില്ല, അവൻ നിന്നെ രൂപപ്പെടുത്തും. നീ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു ശില്പിക്കല്ല് കൊത്തുന്നത് പോലെയാണ്. അവസാനം പുറത്തുവരുന്നത് ഒരു അത്ഭുതം. ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കൂ, നിന്റെ ഭയങ്ങൾ ചിന്തിക്കൂ, നിന്റെ ആശങ്കകൾ ചിന്തിക്കൂ. ഇപ്പോൾ അവയെ ദൈവത്തിന്റെ കയ്യിൽ വയ്ക്കൂ. മനസ്സിൽ പറയൂ: ഞാനിനി ഒറ്റയ്ക്ക് പോരാടില്ല, എനിക്ക് കഴിയാത്തത് നീ ചെയ്യുക. ഒരു ദിവസം നീ പിന്നോട്ട് നോക്കും, ആ വേദന ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നു നീ പറയും. ദൈവം നിന്റെ ജീവിതത്തിൽ വൈകുന്നില്ല, അവൻ ഒരിക്കലും നേരത്തെ വരികയുമില്ല. അവൻ കൃത്യസമയത്ത് വരുന്നു. നിന്റെ സമയം വരും, പക്ഷെ അതിനു മുമ്പ് നീ തയ്യാറാകണം. ശരണാഗതി ദൗർബല്യമല്ല, അത് ആത്മീയ ധൈര്യമാണ്. നീ താഴേക്ക് വീണിട്ടില്ല, നീ ഉയരാൻ തയ്യാറാകുകയാണ്. ഇന്നു മുതൽ പറയൂ: എനിക്ക് ഭയമില്ല,
എനിക്ക് സംശയമില്ല, ഞാൻ ഒറ്റക്കല്ല. ഹേ കൃഷ്ണ, ഞാൻ നിനക്കു മാത്രം കീഴടങ്ങുന്നു.